പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, ദൈവകരുണയുടെ മണിക്കൂർ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൽ നിന്നും കരുണ ഏറ്റെടുക്കാം. നമുക്ക് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ. ഈ കരുണ പ്രാപിക്കുന്നവർക്കാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുക. അബോധ്യത്തോടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നേറെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ സമയം ഞങ്ങളെ അങ്ങയുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരുണയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുണയുടെ നിറവും ഈ മണിക്കൂറിൽ നാം എല്ലാവരിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുകി വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിരിക്കാം. ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിലും ഇതുപോലെ തന്നെ ഏതാനും വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള അവരുടെ മൊഴികളിലൂടെ ദൈവകരുണയെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കി ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. പ്രഭാഷകൻ 40-ാം അധ്യായം 17-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രഭാഷകൻ 40:17. കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ദൈവകരുണയെക്കുറിച്ച് വചനം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദൈവകരുണ. അതുകൊണ്ട് തന്നെ ഈ കരുണ നമ്മൾ പ്രാപിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ കരുണ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 69 എടുക്കുമ്പോൾ 69-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 13-ഉം 16-ഉം വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം, നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 13-ൽ നമ്മൾ വായിക്കുന്നു, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. നമ്മളൊക്കെ സാധാരണ ഒരു കാര്യം ചോദിച്ചാൽ ഉടനടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണം എന്നുള്ള ആ ഒരാഗ്രഹമാണ് നമുക്ക്. ചിലർക്ക് അതിൻ്റെ നിർബന്ധ ബുദ്ധി ഉണ്ടാകും. സങ്കീർത്തകൻ പറഞ്ഞ ഒരു കാര്യം, കർത്താവേ, അവിടുന്ന് കരുണാസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ അങ്ങൊരു കാര്യവും വെച്ച് താമസിപ്പിക്കത്തില്ല. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. സങ്കീർത്തകൻ പറയാണ്, അവിടുന്ന് കരുണ കാണിക്കുവോളം ഞാൻ അങ്ങേ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 16-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴും വീണ്ടും ഇതേ കാര്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബൈബിളിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ്. 16-ൽ നമ്മൾ വായിക്കുന്നു, കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം
കരുണാസമ്പന്നനാണ്. കരുണയാൽ സമ്പന്നമാണ് നമ്മുടെ ദൈവം എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. എഫേസസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം കൂടി എടുത്താൽ ഇതേ കാര്യം പൗലോസ്ലീഹ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. കരുണാസമ്പന്നനായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും കരുണ പ്രാപിക്കാൻ എങ്ങോട്ടാണ് നമ്മൾ തിരിയേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13 അതിൻ്റെ 12-ാമത്തെ വചനം 12-13 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങേപ്പോലെ കരുണയുള്ള മറ്റാരുണ്ട്? നമ്മുടെ ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരു ദൈവവുമില്ല, മറ്റൊരു മനുഷ്യനുമില്ല. പറയുന്നുണ്ട് ഈ കരുണ പ്രാപിക്കാൻ നാം തിരിയേണ്ടത് നമ്മുടെ ദൈവത്തിങ്കിലേക്കാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും വിശുദ്ധരോട് ചേർന്ന് ദൈവകരുണയെ ധ്യാനിക്കുന്നത്, എന്നിട്ട് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. വിശുദ്ധ അംബ്രോസിന് മനോഹരമായൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയാൽ നമുക്കും അപ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റും. വിശുദ്ധ അംബ്രോസിൻ്റെ പ്രാർത്ഥന, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കരുണയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന. എന്താണ് ദൈവകരുണ എന്നുള്ളത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചൊരു വ്യക്തിയായിട്ട് വിശുദ്ധ അംബ്രോസിനെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: കർത്താവേ, ഞാനങ്ങയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ്. ശരിക്കും വിശുദ്ധ ബലിയർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ അണയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഭയത്തോടും വിറയലോടും കൂടിയാണ് നമ്മുടെ ദൈവത്തെ സമീപിക്കേണ്ടത്. ഇസ്രായേൽ ജനമാണേലും കർത്താവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ അവർ സീനായ് മലയിൽ ഒരുമിച്ച് കൂടി കർത്താവ് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. അവരെല്ലാം അവിടെ ഭയപ്പെട്ട് വിറയ്ക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണ് എന്നുള്ളതാണ് അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. കർത്താവെ, ഞാനങ്ങയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ്. കാരണം ഞാൻ പാപിയാണ്. ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരര്, ദൈവത്തിൻ്റെ ആ വലിപ്പത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എത്ര ചെറിയവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. വീണ്ടും അദ്ദേഹം പറയാണ്, എന്നിൽ ആശ്രയിക്കാൻ ഞാൻ ഒന്നുമല്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് തെളിയിക്കുന്നത് പ്രാർത്ഥനയും ദൈവവിചാരവും വചനവായനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് എന്ന് കാണിക്കുക. അഹങ്കാരികൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രഭാഷകൻ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. അവർക്ക് വേണ്ടതുപോലെ പ്രാർത്ഥനയുണ്ടായെന്ന് വരില്ല. അംബ്രോസ് പറഞ്ഞത്, എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ല, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്. അതുകൊണ്ടാണ് കർത്താവെ അങ്ങയുടെ പക്കലേക്ക് വരുമ്പോൾ ഞാൻ വിറയലോടും ഭയത്തോടും കൂടെ വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങയുടെ നന്മയിലും കരുണയിലുമാണ് ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ കഴിവിലല്ല. അങ്ങയുടെ നന്മയിലും അങ്ങയുടെ കഴിവിലും. കർത്താവെ, എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും അവിടുന്ന് എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും അവിടുത്തെ രക്തത്താൽ കഴുകി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നന്മ വരുത്തുന്ന ദൈവിക കരങ്ങളിൽ വ്യാപരിക്കാൻ എന്നെ സഹായിക്കണമേ. എന്ത് മനോഹരമായൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ അംബ്രോസ് നടത്തിയത് എന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാകും. ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ്. ദൈവത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരു വിശുദ്ധൻ, ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹമാണ് എഴുതിയ ആ ചാക്രിയ ലേഖനം എഴുതി നമ്മെ പഠിപ്പിച്ചു, ദൈവം കരുണയാൽ സമ്പന്നം.
ദിവസ് ഇൻ മിസറിക്കോദിയ. എൻ്റെ അർത്ഥമാണ് ദൈവം കരുണയാൽ സമ്പന്നം. അതാണ് നമ്മുടെ ദൈവം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യം ഇതാണ്: ദൈവകരുണ പോലെ മനുഷ്യർക്ക് ആവശ്യമായ മറ്റൊന്നില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ദൈവത്തെയും മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ദൈവകരുണ. ഈ ദൈവത്തിൻ്റെ കരുണയില്ലാതെ ആ ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനേ പറ്റത്തില്ല. ദൈവമായിട്ട് അങ്ങനെ ഒരു പാലമിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ദൈവവുമായിട്ട് നമുക്ക് ബന്ധത്തിൽ ജീവിക്കാൻ പറ്റുന്നത്, മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോഴും നമുക്ക് ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് എളിമയിൽ വ്യാപരിച്ചുകൊണ്ട് ആ ദൈവകരുണയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. വീണ്ടും നമുക്ക് ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിശുദ്ധയാണ് ഫൗസ്റ്റീന, വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവകരുണയെ സ്നേഹിക്കാനും ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അത് നമ്മെ പ്രചോദിപ്പിക്കും. ഈ ഡയറിയിൽ 1486 അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ തീർത്തും ബലഹീനയായതുകൊണ്ട് എൻ്റെ പക്കലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം അത്യധികം ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് വലിയ കഴിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരെ കാണപ്പെടുകയാണ്. അല്ലെന്ന്, നീ തീർത്തും ബലഹീനയാണെന്ന് എനിക്കറിയാം ഫൗസ്റ്റീന. നീ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ, എൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. സുഭാഷിതങ്ങൾ 23:15 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെങ്കിൽ ആ ഹൃദയം കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും. എപ്പോഴൊക്കെയാണ് ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് എന്നീ വചനങ്ങളൊക്കെ നമ്മളെ കാണിക്കുക. നമുക്ക് എളിമയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കും. ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കും. ഇതൊക്കെയാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്: നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊക്കെ കർത്താവ് ചെയ്യുന്നൊരു കാര്യം. നമ്മൾ എളിമയോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ നമ്മളെ ദൈവം എടുത്ത്, യേശു എടുത്ത് പിതാവിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോകും. പിതാവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം യേശു തന്നെയാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡയറിയിൽ 1728 വായിച്ചാൽ 1728 അവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എൻ്റെ ഔദാര്യം അറുതിയില്ല. നമ്മൾ പാപത്തിൽ തുടരുമ്പോൾ അതിനുള്ള അവകാശമില്ല. പാപം ചെയ്തെങ്കിലും മനസ്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ആത്മാവിനോടുള്ള എൻ്റെ കരുണയ്ക്ക് ലിമിറ്റൊന്നുമില്ലെന്ന്, അറുതിയില്ല. അതാണ് ഈ ഒരു ഡയറിയിൽ നമ്മൾ വായിക്കുക. എന്നിട്ട് പറയാണ്, എൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിക്കുക, എങ്കിൽ നിനക്ക് മാർഗഭ്രംശമോ നിരാശയോ നിത്യനാശമോ വരില്ല. വഴി തെറ്റാതിരിക്കാൻ ദൈവകരുണയിൽ ആശ്രയിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു, വഴി തെറ്റാതിരിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് നിരാശ വരാതെ നിത്യനാശം വരാതിരിക്കാൻ അത് നമ്മെ സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ഈ ഡയറിയിൽ നിന്ന് നമുക്ക് കാണാം. 1663 അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എനിക്ക് നിന്നോടുള്ള സ്നേഹവും കരുണയും തിരിച്ചറിയുക. ലോകം മുഴുവൻ്റെയും മേൽ പ്രത്യാശിച്ച് ലോകം മുഴുവൻ്റെ മേലും പ്രത്യേകിച്ച് പാപികളോടുള്ള എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരുക. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതും കരുണാർദ്ര സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകം മുഴുവനോടും ദൈവത്തിന് ഈ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് പാപികളോട്. ഇതൊന്ന് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളാരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയാനും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കരുണ പ്രാപിച്ച്
ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ, കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചവരെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.